ജാതിയുടെയും മതത്തിന്റെയും ഭാഷയുടെയും ദേശത്തിന്റെയും വേഷത്തിന്റെയും അടിസ്ഥാനത്തിൽ ജനങ്ങളെ ഭിന്നിപ്പിക്കാൻ ശ്രമിക്കുന്ന ഛിദ്രശക്തികൾക്കെതിരെ ഇന്ത്യയിലെ ജനങ്ങൾ ഒറ്റക്കെട്ടായി പോരാടണമെന്ന് രാജ്യസഭാംഗം പി സുനീർ പറഞ്ഞു. സൗഹൃദ കൂട്ടായ്മയായ തൗദാരം പൊന്നാനിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച അനുമോദന സദസ്സ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഒരു വ്യക്തി തീരുമാനിക്കുന്നത് പോലെ ലോകമാകെ നീങ്ങണം എന്ന രീതിയിലേക്ക് പക്ഷേ ഇതിനു മുമ്പ് ലോക രാഷ്ട്രീയത്തിൽ സമാനതകളില്ലാത്ത രീതിയിലേക്കുള്ള ഒരു ഏകാധിപത്യ അല്ലെങ്കിൽ ഒരു സാമ്രാജ്യത്വ നിലപാടിലേക്ക് നമ്മുടെ ലോകം പോവുകയാണ്. രാവിലെ എഴുന്നേറ്റ് ഓരോ രാജ്യങ്ങളുമായി ഇന്ന നികുതിയുടെ രാജ്യത്തിൽ എന്ന് പ്രഖ്യാപിക്കുന്നത് ഉറക്കത്തിൽ എഴുന്നേറ്റ് ഇന്നതുപോലെ നമ്മുടെ നാട്ടിൽ പണ്ട് നാടഭാഷയിൽ പറയുന്നത് ഒക്കപ്പിച്ച് പറയണം എന്ന് പറയുന്നത് പോലെ എന്താണ് പറയുന്നത് ആളുകൾ ബോധ്യപ്പെടാതെ അമേരിക്കൻ പ്രസിഡന്റ് പറയുമ്പോൾ അവിടുത്തെ ക്യാബിനറ്റ് ആലോചിച്ചിട്ട് അമേരിക്കൻ പാർലമെന്റ് ചർച്ച ചെയ്തു, അവിടുത്തെ വിദേശ കാര്യവുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ ചർച്ച ചെയ്തു. അങ്ങനെ എന്തെങ്കിലും തരത്തിലുള്ള ചർച്ച നടത്തിയിട്ടാണ് പ്രഖ്യാപനം. ആരും പറയുന്നില്ല. അപ്പോൾ ആളുകൾ പോലും അറിയാതെ ഏകപക്ഷീയമായി ഓരോ രാജ്യങ്ങളുമായുള്ള നയതന്ത്ര ബന്ധമാണെങ്കിലും വ്യാപാര ബന്ധമാണെങ്കിലും മറ്റെല്ലാ തരത്തിലുള്ള ഏകപക്ഷീയമായ അക്കൗണ്ടുകൾ ഉൾപ്പെടെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുകയാണ്. വെനസ്വേലയിലെ പ്രസിഡന്റ് പിടിച്ചുകൊണ്ട് ആ രാജ്യത്തെ ജനങ്ങൾ വോട്ട് ചെയ്ത് ജയിപ്പിച്ച പ്രസിഡന്റ് തൗദാരം പൊന്നാനി അംഗങ്ങളായ നഗരസഭാ കൗൺസിലർ ടി.കെ. അഷ്റഫ്, ഓൾ കേരള ഡിസ്ട്രിബ്യൂട്ടേഴ്സ് അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി ടി. ഷാഹുൽ ഹമീദ് എന്നിവരെയാണ് അനുമോദിച്ചത്. കൺവീനർ പി. കമാലുദ്ദീൻ അധ്യക്ഷനായി. തൗദാരം സ്ഥാപകൻ ഇബ്രാഹിം മാളിയേക്കൽ, MES സംസ്ഥാന ട്രഷറർ OC സലാഹുദ്ദീൻ, MI അസോസിയേഷൻ ജനറൽ സെക്രട്ടറി AM അബ്ദുസമദ്, തണൽ ചാരിറ്റബിൾ ട്രസ്റ്റ് ചെയർമാൻ അബ്ദുൽ ലത്തീഫ്, ചേംബർ ഓഫ് കൊമേഴ്സ് പ്രസിഡന്റ് PV ലത്തീഫ്, ജയം റോഡ് കൂട്ടായ്മയുടെ പ്രതിനിധി V. ബഷീർ, MSS പ്രതിനിധി KP മൂസ എന്നിവർ സംസാരിച്ചു. തൗദാരം പൊന്നാനി സംഘടിപ്പിച്ച നഗരസഭ തെരഞ്ഞെടുപ്പ് പ്രവചന മത്സരത്തിലെ വിജയികളായ ഫാത്തിമ മെഹ്റ, സജിന ഷിറീൻ, മുനവ്വർ അലി എന്നിവർക്ക് സമ്മാനങ്ങൾ വിതരണം ചെയ്തു. K. ഹബീബ് റഹ്മാൻ സ്വാഗതവും അബ്ദുൽ ഗഫൂർ നന്ദിയും പറഞ്ഞു.